ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ആത്മാർത്ഥത അങ്ങ് കൂടും. ബിസിനസിന്റെ കാര്യത്തില് മറ്റുള്ളവരുമായി സംസാരിക്കുന്നതും ചിലപ്പോ അഡ്വാൻസ് വരെ കൊടുക്കുന്നതും ശബരിയേട്ടൻ തന്നെയായിരിക്കും. അവസാനം രഘുവേട്ടനെ സഹായിക്കാന്ന് പറഞ്ഞ ആള് പണം തന്നില്ലാന്നും പറഞ്ഞ് രഘുവേട്ടൻ വന്ന് നിൽക്കും. അതോടെ അത്രയും നാള് സംസാരിച്ചവരുടെ മുന്നില് ശബരിയേട്ടൻ നാണം കെടും. അതാണ് ഒന്നിലും ഇടപെടണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ എന്തേ ആലോചിക്കുന്നെ? ഒന്നുമില്ല. എനിക്കറിയാം രഘുവേട്ടനോട് എന്ത് മറുപടി പറയുമെന്ന് ആലോചിക്കല്ലേ. അതിനിപ്പോ ഇത്ര ആലോചിക്കാനൊന്നുമില്ല. എന്തെങ്കിലും ഐഡിയ തോന്നി വിളിക്കാന്ന് പറയാം. പിന്നെ ഓണായതുകൊണ്ട് നിന്ന് തിരിയാൻ സമയമില്ല, നല്ല തിരക്കിലാണെന്ന് പറയണം. അല്ലെങ്കിലും അത് സത്യമല്ലേ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ബിസിനസ് തന്നെ ശ്രദ്ധിക്കാൻ മര്യാദയ്ക്ക് സമയം കിട്ടുന്നില്ല. അതിന്റെ ഇടയില് ഇനി അവർക്ക് ബിസിനസ് ഉണ്ടാക്കി കൊടുക്കാൻ നടക്കാൻ പറ്റുമോ? പിന്നെ എന്തെങ്കിലും ഗാർമെന്റ്സിന്റെ ബിസിനസ് തുടങ്ങാൻ ചാൻസ് വന്നാ അത് പിടിച്ച് രഘുവേട്ടന് കൊടുക്കരുത്. ഒടുവിൽ അത് നമുക്ക് തന്നെ എതിരായി വരും. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളെ ശബരിയേട്ടാ വലുത്. എങ്ങനെ സ്വയം വളരാന്നാ എല്ലാവരും ചിന്തിക്കുന്നത്. അതിന് ആരെ ചവിട്ടി മെതിച്ചു പോവാനും ആർക്കും ഒരു മടിയുമില്ല. ദേ, നമ്മുടെ കാര്യം നോക്കാൻ നമ്മളേ ഉള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങാതെ സ്വന്തം കാര്യം നോക്കാൻ പഠിക്കണം. ശബരിയേട്ടാ വന്നേ, ആ കഥ കൂടി അങ്ങ് അടച്ചേക്കേ. എന്നോട് പറഞ്ഞതുപോലെ തന്നെയാണ് ഞാനെല്ലാം ചെയ്തത്. അവൾ അത് കഴിക്കുകയും ചെയ്തു എന്നുള്ളത് ഉറപ്പാ. പക്ഷേ അതുകൊണ്ടൊരു ഫലവും ഉണ്ടായില്ല. അവളുടെ വയറ്റിലെ കുഞ്ഞിനോ അവക്കോ ഒരു പനി പോലും വന്നില്ല. എങ്ങനെയായാലും എന്ത് ചെയ്യും? ഞാൻ അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചാണ് ഓരോന്നും പ്ലാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ തന്ന ലേഹ്യം കഴിച്ച ഉറപ്പായിട്ടും ഗർഭം അലസി പോകേണ്ടതാ. എന്നിട്ടും അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ കുട്ടി അത് കഴിച്ചിട്ടില്ലെന്നുള്ളതാ. നമുക്കറിയാത്തത് എന്തോ ഒന്ന് ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നതും ഫലം കിട്ടാതിരിക്കുന്നതും. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല. ഇനി അതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് തർക്കിച്ചിട്ട് കാര്യവുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി.
ഓണത്തിന് മുമ്പ് കാര്യം നടക്കണം, അത്രേ ഉള്ളൂ. ശരി, എന്നാ ഞാനേ കുറച്ചും കൂടി വീര്യമുള്ളൊരു മരുന്ന് ഉണ്ടാക്കിത്തരാം. അത് 3 ദിവസം കഴിച്ചാ നമ്മൾ ഉദ്ദേശിച്ച ഫലം തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ അത് കഴിച്ചു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതൊക്കെ ഉറപ്പിക്കാം. പക്ഷേ ഇതിൽ ഫലം കിട്ടുമെന്ന് ഉറപ്പാണല്ലോ? അതെ, ഉറപ്പാണ്. ഓ, ഞാൻ മുമ്പ് തന്നതും ഉറപ്പുള്ളത് തന്നെയാ. പക്ഷെ ഇത് കുറച്ച് വീര്യം കൂടിയതാ. അതിൻ്റെതായ കുഴപ്പങ്ങളും പ്രതീക്ഷിക്കാം. അല്ല, വീര്യം കുറഞ്ഞത് എന്തായാലും ഫലിച്ചില്ലല്ലോ. അപ്പം വീര്യം കൂടി തന്നെ ഇരിക്കട്ടെ. അവളുടെയൊക്കെ ശരീരം തന്നെ വിഷം നിറഞ്ഞതായിരിക്കും. അതാ ചെറിയ വിഷമൊന്നും ഏക്കാത്തെ. ഇത്തവണ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. കഴിച്ചാൽ ഫലം ഉറപ്പാണ്, അതിൽ ഒരു സംശയവും വേണ്ട. 3 ദിവസം കഴിഞ്ഞാൽ ഗർഭം അലസിയിരിക്കും. ലേഹത്തിനുള്ളിൽ അനാരോഗ്യകരമായ മെഡിസിൻ കലർന്നിട്ടുണ്ട്. പ്രതിഭയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അത് ധാരാളം മതി. ഈ വിഷം കലർന്നു എന്ന് പറഞ്ഞ് നമുക്ക് തെളിയിക്കാനും സാധിക്കില്ല. അത്തരം തെളിവുകളൊന്നും ആ റിപ്പോർട്ടിലും ഇല്ല. അപ്പോ നമ്മൾ സംശയിച്ചത് ശരിയല്ലേ? അമ്മയുടെ ലക്ഷ്യം പ്രതിഭയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാന്നുള്ളത് തന്നെയാ. അതെ, പ്രതിഭയുടെ ജീവൻ ആപത്തുണ്ടാകണമെന്ന് അവരാഗ്രഹിക്കുന്നുമില്ല. എന്തൊരു സ്ത്രീ അവര്! സ്വന്തം മകന്റെ ചോര തന്നെയല്ലേ, അതിനെ കൊല്ലാൻ നോക്കുന്നു. അമ്മയ്ക്കത് പുതുമയൊന്നും അല്ലല്ലോ രവി. അമ്മ സ്നേഹിക്കുന്നത് അമ്മയെ മാത്രോ? എന്താ ഹർഷേ? ഈ ശ്രമം പരാജയപ്പെട്ട സ്ഥിതിക്ക്